നാനാവലി. ഷിർദിയിൽ നാനാവലി എന്ന പേരോടുകൂടി ഒരു മനുഷ്യൻ വസിച്ചിരുന്നു. അദ്ദേഹം ബാബയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ബാബ ഇരിക്കുന്ന ആസനത്തിൽ നിന്ന് എണീക്കുവാൻ ആജ്ഞാപിച്ചു. എന്തെന്നാൽ അയാൾക്കതിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. ബാബ ഉടൻ തന്നെ തന്റെ ഗാഡിയിൽ നിന്ന് എണീക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. നാനാവലി അതിൽ കുറെ നേരം ഇരുന്നു. ശേഷം ബാബയോട് തിരികെ അതിൽ ഇരിക്കുവാൻ പറഞ്ഞു. ബാബ അതിൽ ഇരുന്നയുടൻ നാനാവലി സാഷ്ടാംഗം വീണ് ബാബയെ നമസ്കരിച്ചു. ബാബ ഈ സംഗതിയിൽ ലേശം പോലും അസന്തുഷ്ടി പ്രകടിപ്പിച്ചില്ല. നാനാവലി ബാബയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. ബാബ മരിച്ചു 13-ാം ദിവസം നാനാവലിയും മരണമടഞ്ഞു. അതിവേഗ വഴി, സന്യാസിമാരുടെ കഥകൾ, അവരുമായി സഹവാസം. പുറമേ സായിബാബ ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിയിരുന്നുവെങ്കിലും ബാബയുടെ പ്രവൃത്തികൾ ബുദ്ധിപൂർവമായിരുന്നു. സായി എന്തെങ്കിലും ചെയ്യുന്നത് ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ബാബ ഒരു ആസനമോ പരിപാടിയോ കാര്യങ്ങളോ ആർക്കും ഉപദേശിച്ചിരുന്നില്ല. ഭക്തന്മാർക്ക് മന്ത്രങ്ങളും ഓതിയിരുന്നില്ല. ബാബയുടെ ഉപദേശങ്ങൾ എല്ലാ ബുദ്ധി സാമർഥ്യത്തിനെയും വിട്ട് സായി സായി മാത്രം ഓർമ്മിക്കുക എന്നതായിരുന്നു. അത് ചെയ്ത എല്ലാ കഷ്ടങ്ങളും നീങ്ങി നീ സ്വതന്ത്രനായി തീരുന്നു. ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ് 5 തരം പഞ്ചാഗ്നി: അഗ്നി, ത്യാഗം, മന്ത്രം ചൊല്ലൽ, 8 തരം യോഗ പ്രയത്നം മുതലായവ. മറ്റുള്ളവർക്ക് അത് ഉപയോഗമില്ല. മനസ്സിന്റെ ജോലി ആലോചനയാണല്ലോ. ഒരു നിമിഷം കൂടി അതിനെ ആലോചിക്കാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ കൊടുത്താൽ അത് ആലോചിക്കാൻ തുടങ്ങും. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സായിബാബയുടെ മഹാത്മ്യത്തെ കേട്ടറിയുക. ഇതാണ് അസ്വാഭാവികമായ സായിയെ ഓർമ്മിക്കാനുള്ള വഴി. സന്യാസിമാരുടെ കഥകൾ കേൾക്കുന്നതും ഒരു പ്രശ്നമല്ല. കഥകൾ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറൽ നിങ്ങളിൽ നിന്ന് ഭയത്തെ അകറ്റും, ആത്മീയ വഴി കാണിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ഈ കഥകൾ കേൾക്കുവാൻ ധ്യാനിക്കുവിൻ. എന്നിട്ട് എല്ലാറ്റിനെയും ഒന്നാക്കുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ ചെലുത്തുക. പക്ഷെ മനസ്സിനെ മാത്രം സായി ലയിപ്പിച്ചു വെക്കുക. ബാബയുടെ കഥകളിലും അങ്ങനെ ചെയ്യുവിൻ. എന്നാൽ ബാബ നിങ്ങളെ ആശീർവദിക്കും. ഇതാണ് ഏറ്റവും എളുപ്പമായ വഴി. പക്ഷേ എല്ലാവരും എന്തുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നില്ല? അതിന്റെ കാരണം ഭഗവത് സങ്കല്പം ഇല്ലാതെ നമുക്ക് സന്യാസിമാരുടെ കഥകൾ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നതല്ല. ഭഗവാന്റെ ആശീർവാദം കൊണ്ട് എല്ലാം നല്ലതായും എളുപ്പമായും സംഭവിക്കും. സന്യാസിമാരുടെ കഥകൾ കേൾക്കുന്നത് ഒരു വിധത്തിൽ അവരുടെ കൂടെ ഇരിക്കുന്ന മാതിരിയാണ്. സന്യാസിമാരുടെ സഹവാസം വളരെ ആവശ്യമുള്ളതാണ്. അതിനാൽ നമ്മുടെ ശരീരം സഹവാസം വെടിയുന്നു. അഹങ്കാരം, ജനനമരണം എന്നിവയെ മനസ്സിൽ നിന്ന് തീരെ ഇല്ലാതാക്കുന്നു. മനസ്സിലെ ബന്ധങ്ങളെ ഭഗവാന്റെ പുണ്യസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുന്നു. അത് തീർച്ചയായും നമ്മുടെ പ്രീതികളിൽ നിന്ന്, വസ്തുക്കളോടുള്ള ആഗ്രഹത്തിൽ നിന്ന് അകൽച്ച അംഗീകരിക്കും. സുഖങ്ങൾ, കഷ്ടപ്പാടുകൾ ഇവകളെ വേർപെടുത്തും. ആത്മീയ ജീവിതത്തിലേക്കുള്ള വഴിയിലേക്ക് നയിക്കും. നിങ്ങൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, പൂജ ചെയ്യുക, ശ്രദ്ധിക്കുക എന്നിവയിലല്ലാതെ വേറൊന്നുമില്ലെങ്കിലും സന്യാസികളെ മാത്രം മനഃപൂർവ്വമായി ആശ്രയിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ക്ഷേമമായി ഈ ലോകസാഗര തരണം ചെയ്യുവാൻ സഹായിക്കും. ഈ കാരണം കൊണ്ടാണ് സന്യാസിമാർ ഈ ലോകത്തിൽ ഉത്ഭവിക്കുന്നത്. നിങ്ങൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, പൂജ ചെയ്യുക, ശ്രദ്ധിക്കുക എന്നിവയിലല്ലാതെ വേറൊന്നുമില്ലെങ്കിൽ സന്യാസികളെ മാത്രം മനഃപൂർവ്വമായി ആശ്രയിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ക്ഷേമമായി ഈ ലോക സാഗരത്തെ തരണം ചെയ്യുവാൻ സഹായിക്കും. ഈ കാരണം കൊണ്ടാണ് സന്യാസിമാർ ഈ ലോകത്തിൽ ഉത്ഭവിക്കുന്നത്. ഗോദാവരി, കൃഷ്ണ, കാവേരി മുതലായവ പുണ്യനദികൾ ലോകത്തിലുള്ള പാപങ്ങളെ നീക്കുന്നു. അതിനാലാണ് സന്യാസിമാർ അവിടെ ചെന്ന് സ്നാനം ചെയ്യുന്നത്, പുണ്യം നേടുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തിയാണ് സന്യാസിമാർക്കുള്ളത്. പഴയ ജന്മങ്ങൾ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമാണ് സായിബാബയുടെ കാലടികൾ വീഴുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. സായി സ്വരൂപത്തെ ഓർമ്മിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. ദയാലുവും കാരുണ്യമൂർത്തിയുമായ സായിബാബ മസ്ജിദിന്റെ ഒരറ്റത്ത് നിന്നുകൊണ്ട് ഭക്തന്മാരുടെ നന്മയ്ക്കായി വിഭൂതി വിതരണം ചെയ്തിരുന്നു. ഏതൊരുവൻ ഈ ലോകം ഒരു മായയാണെന്നറിഞ്ഞ് ഭക്തിയിൽ മുഴുകി ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വിനീതമായ നമസ്കാരം. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.